16 പേരിലല്ലോ. അപ്പാവേ അപ്പാവേ ദാ വരുന്നു. മര്യാദക്കല്ലെങ്കിൽ ഇന്ന് നിന്റെ 16 അടിയന്തരം ഞാൻ നടത്തും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്ക് അറിയാമോ? ഇന്നലെ പൗർണമിക്ക് 17-18. പൗർണമി വ്യാഴാഴ്ച, അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച നിർമ്മല, ഇന്ന് നിർമ്മല. പക്ഷെ അതിന്റെ 4 അക്കം 18-16 വരില്ല. നിർമ്മലി, നിന്റെ അമ്മായിയമ്മയുടെ നായരി. എടാപ്പാവി, പലവട്ടം കമ്മിറ്റിക്കാർ പറഞ്ഞാ ഈ ലോട്ടറി ഭ്രാന്തന് സെക്യൂരിറ്റി ആയിട്ട് വേണ്ടാന്ന്. സാറേ, എന്റെ ഒരേ ഒരുത്തന്റെ നിർബന്ധം കൊണ്ടാ നിന്നെ ഇവിടെ നിർത്തി പോണത്. അതിന്റെ ഉപകാരവും നന്ദിയും സ്മരണയും എന്നും സാറിനോടുണ്ടാവും. എന്ത് ഉപകാരം? വല്ലപ്പോഴും കരിയോല് പോലത്തെ 2 പെഗ് ഇരുന്നതാ. അത് കുടിച്ചു കഴിഞ്ഞ പിന്നെ മൂത്രമൊഴിക്കാൻ കൂടി പേര് കാണേ. അല്ല, നീ എന്ത് കളിയെ കളിക്കുന്നത്? അത് പിന്നെ ഈ കാലഘട്ടത്തില് എന്തെങ്കിലും ഒരു കളിയില്ലാതെ ജീവിക്കാൻ പറ്റുമോ സാറേ? അതെ, ജീവിക്കാൻ വേണ്ടി കളിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നിന്നെ പോലെ കളിക്കാൻ വേണ്ടി ആയിരുന്നു ജീവിതം. എല്ലാ കളിയും മുട്ടി നിൽക്കുന്ന സാർ തന്നെ ഇത് പറയണം. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഉണ്ണിയെ കാണുമ്പോ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം. വന്ന് സെക്യൂരിറ്റിക്കാരന് വരെ മനസ്സിലായി എനിക്ക് പഞ്ഞോണെന്ന്. എന്നാ മനസ്സിലാക്കേണ്ട ഒരു മനസ്സിലാക്കുന്നുണ്ടോ? അതൊട്ടില്ല താനും. സാറിനെ മനസ്സിലാക്കാൻ ഒരാൾ വേണം, അത്രയല്ലേ ഉള്ളൂ. വഴിയുണ്ട്. ഡാഡി ഇതുവരെ പോയില്ലേ? പോയി. അപ്പൊ നീ ഒരു പണി ചെയ്യണം. അപ്പാർട്ട്മെന്റുകളിൽ പോയി എല്ലാത്തിനെയും വൈകിട്ടത്തെ പരിപാടിയെ കുറിച്ച് ഓർപ്പിപ്പിക്കണം. കഴിഞ്ഞ ആനിവേഴ്സറിക്ക് സംഭവിച്ച ഓർമ്മയുണ്ടല്ല? ഗാനമേളക്ക് നീയും ഞാനും മൈക്രോപ്രിന്റും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സാറിനോട് അന്നേ പറഞ്ഞതാ പാടണ്ട കേട്ടില്ലല്ലോ. ജോലിന്ന് പിരിച്ചുവിടുന്ന് കരുതിട്ടാ, അല്ല ഞാനും പോയാന്. ഈ പ്രാവശ്യം ഒന്നും ഉണ്ടാവില്ല. അല്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി പറഞ്ഞാ മതിയോ? വേണ്ട, ആ മറിയപ്പള്ളി ശാന്തനെ വിളിച്ചോ. ഞാൻ വിളിച്ച അവള് വരുവോ? പോയി പറയടാ. പിന്നെ മറ്റേ കാര്യം മറക്കണ്ട. എന്താ സാറേ? ഒറ്റക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആളില്ലേ? പാവോ, എവിടെന്നെങ്കിലൊക്കെ ശരിയാക്കി തരായിരിക്കും. അയ്യോ, ഈ അവസ്ഥയിൽ സുഖമില്ലാത്ത അപ്പയിട്ടേച്ച് ഞാൻ എങ്ങനെയാ വരുന്നത്? സാറ് വന്നില്ലെങ്കിലും മാഡത്തെങ്കിലും പറഞ്ഞ് അയക്കണം. അവള് വിദഗ്ധോപദേശം തേടി നേരത്തെ പോയല്ലോ. വിദഗ്ധോപദേശോ? രാഹുൽ സാറേ. യെസ്, കം ഇൻ. രാഹുൽ സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? മനസ്സിലായില്ല. ഒന്നും അറിയാത്ത പോലെ. കഴിഞ്ഞ വർഷം സാർ അടിച്ചു കോൺ തെറ്റി നടക്കാൻ വയ്യാതായപ്പോ ഞാൻ ആ ചുമന്നൂടെ കൊണ്ടാക്കിയത്. അന്ന് വെച്ച വാളിന്റെ മണം ദാ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഒന്ന് മണത്ത് വെക്ക്. ആ മണത്തിന്റെ പേര് പറഞ്ഞ് നീ കഴിഞ്ഞ ആഴ്ചയും കൂടെ എന്റെ 100 രൂപ മേടിച്ചു. അത് വീട് സാറേ, നമ്മളൊക്കെ പ്രാരാബ്ധക്കാരല്ലേ. പിന്നെ തങ്കരാജ് സാർ പറഞ്ഞു ഇന്ന് ഒരു വള്ളിക്കെട്ടും കയറി ഏക്കരുത്, ഉച്ചയ്ക്ക് തന്നെ അങ്ങ് ഫ്രീ ആകണമെന്ന്. പിന്നെ സാറേ, ദേ ചെലവ് ചെയ്യണം. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? ഇത്തവണത്തെ ബെസ്റ്റ് കപ്പിളിനുള്ള അവാർഡ് നിങ്ങൾക്കായിരിക്കുമെന്നൊരു സൂചനയുണ്ട്. സത്യം. മാഡം എന്തി സാറേ? കൗൺസിലിങ്ങിന് പോയേക്കുക. അദ്ദേഹം രാവിലെ തന്നെ വന്നിട്ടുണ്ട്. സ്വന്തം ഭർത്താവിന് ഒരു ചായ പോലും തരാതെ അവൾ ഓടിയേക്കുന്നത്. സാറേ നമസ്കാരം. തങ്കരാജ് സാറ് പറഞ്ഞു മാഡത്തെയും കൂട്ടി സാറ് നേരത്തെ അങ്ങ് വരണമെന്ന്. ഞാൻ നേരത്തെ എത്തിക്കോളാം. മാഡത്തിന്റെ കാര്യം മാനേജർ തീരുമാനിച്ചോളും. തീരുമാനിക്കും. ചെല്ല്. അതെ, ഈ കാലഘട്ടത്തില് ഒരമ്മായിയപ്പനെ ഒരമ്മായിയമ്മയെ ഒരു മരുമകൾ ഇത്രയധികം സ്നേഹിക്കണമെങ്കിലേ കാര്യമായി എന്തോ ഒരു കുഴപ്പമില്ലേ? എന്റെ മരുമകളെ മുത്ത് അമ്മായിയപ്പെന്ന് പറഞ്ഞാലേ അവക്ക് ജീവനാ, ജീവൻ. ആ ജീവൻ അവൾ എടുക്കാതെ നോക്കണം. ഒന്ന് പോ അപ്പാവി. പിന്നെ വൈകിട്ടത്തെ ഫുഡ് പരിപാടി എങ്ങനെയാ? അപ്പമുണ്ട്, ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, ചിക്കൻ ഉണ്ട്. നീ എന്നെ കളിയാക്കുവാണോടാ? ഞാൻ ചുമ്മാ പറഞ്ഞ. മറ്റവനുണ്ടോ? മറ്റവനും ഉണ്ട്, മറ്റവളും ഉണ്ട്. അതെങ്ങനെയാ? ഏത് മറ്റവള്? രണ്ടാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു? എടാ മറ്റവള്. എന്റെ മാഷെ, ഞാനൊരു ഉപമ പറഞ്ഞതാ. ഉപമയായിരുന്നോ? ഞാൻ അങ്ങ് കൊതിച്ചു പോയി. കൂടും തകർന്ന് കിളിയും ചെത്തും. എന്നിട്ട് മാഷിന്റെ ഒരു ആശയേ.
ആശയ്ക്ക് തീരെ കുറവ് വരുത്തിയിട്ട് എന്താടാ കാര്യം? ആ വൈകിട്ട് നേരത്തെ ഞാനിങ് എത്തും. മറ്റവളില്ലെങ്കിൽ പോട്ടെ, ഞാനതങ്ങ് സഹിച്ചു. പക്ഷെ മറ്റവൻ അതിന് മാറ്റമൊന്നുമില്ല കേട്ടോ. ഒരു മാറ്റവും ഇഷ്ടം പോലെ ആ, തട്ടിക്കോ. അത് മതി. അല്ല മരുമോളില്ലേ, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അവളെ എടാ പ്രാക്ടീസ് ചെയ്യാൻ പോയിരിക്കുക. ആണോ? ഗുരു വന്നിട്ടുണ്ട്. എവിടെ, ഏത് ഭാഗത്ത്? ഓ ഗുരുവല്ല ഗുരു. ഓ, ഗുരുവിനെ കൊണ്ട് ഞാൻ തോറ്റ്. ഹലോ. മുതലാളി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ കാര്യം? അല്ല വൈകിട്ടാ നമ്മുടെ പരിപാടി, അപ്പൊ ഉച്ചയ്ക്ക് തന്നെ അങ്ങ് എത്തണം. അതെ, നാളെ എന്റെ മോളുടെ നിശ്ചയ. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിക്കൊക്കെ ഞാനുള്ളൂ. ഇതാണ് പറയുന്നത്, അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ ഐഫോൺ മേടിക്കും. പിതോ രക്ഷതി കൗമാരെ, ഭർത്തോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യെ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. വല്ല മനസ്സിലായ? ഒന്നും മനസ്സിലായിട്ടില്ല. ആ ചെറുപ്പകാലത്ത് തന്തയുടെ നല്ല പൊട്ടിരിട്ടു, കല്യാണം കഴിഞ്ഞ ഭർത്താവ് കുനിച്ചിരുത്തിടിക്കും, വയസ്സായി കഴിഞ്ഞ പിള്ളേർ ചുരുട്ടി കൂട്ടിയെടുത്ത് പുറത്തേക്ക് ഇടും. എങ്ങനെ പോയാലും തല്ലുകൊള്ളാനാണ് നിങ്ങളുടെ ജീവിതം ബാക്കി. ഇതാരാ പറഞ്ഞത്? പറഞ്ഞതാരായാലും തർജിമ എന്റെ സ്വന്തം. ഉശ്ശൂ. കുഞ്ഞു നിസ്സാരക്കാരനല്ല, പണ്ഡിതനാ, പണ്ഡിതൻ. ഓ ചേച്ചിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ചേച്ചിയോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ ഈ ഓഞ്ഞ സാരി എടുക്കരുതെന്ന്. ഇത് ഏതാണ്ട് വസന്ത പിടിച്ച കോഴയുടെ പോലെ ഉണ്ട്. എനിക്ക് ജീൻസും ടോപ്പൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ പറയാനാ കുഞ്ഞാ, സ്വാമിക്ക് എന്നെ കോളത്തിൽ കാണാനാ ഇഷ്ടം. നാളെ സ്വാമി ആദ്യ ഭാവം സിനിമ കണ്ടു വന്നിട്ട് അങ്ങനെ നടക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചേച്ചി തുണിലാണ്ട് നടക്കും. ആ ചേച്ചി ഏത് ഡ്രസ് ഇടണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ പെണ്ണുങ്ങളാണ്. അല്ല നിങ്ങൾ പെണ്ണുങ്ങളാണ്. ഇപ്പൊ തന്നെ മഞ്ജു മാഡം മോഡേൺ ഡ്രസ് ഇട്ട് വന്നപ്പോ എന്ത് ലുക്കാ നോക്കിയേ. ഈ മീന മാഡം കഴിഞ്ഞ ദിവസം പച്ചസാരി എടുത്തു വന്നപ്പോ പച്ചക്കറിക്കടയിൽ ഒരു മാലാക വന്ന പോലായിരുന്നില്ലേ. ഈ കുഞ്ഞിന്റെ ഒരു കാര്യമേ, ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം എന്റെ ഭർത്താവിന്റെ ഞാൻ കേട്ടിട്ടില്ല. ആ അവര് പറയില്ലല്ലോ, സ്വന്തം ഭാര്യമാരി ഇത്ര അണിഞ്ഞൊരുങ്ങി മുമ്പിൽ വന്ന് നിന്നാലും തല പൊക്കി നോക്കൂല. എന്നാ വല്ലവന്റെ ഭാര്യമാരാണ് മുമ്പിൽ വന്നെങ്കിലോ എന്തായിരിക്കും ഒലിപ്പിരി. അത് കറക്റ്റ്. അത് മാത്രമല്ല കറക്റ്റ്. അപ്പൊ ഞാൻ ഇനി മുമ്പ് പറഞ്ഞൊന്നും കറക്റ്റ് അല്ലേ? ഓൾ പറഞ്ഞത് കറക്റ്റാ. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ എല്ലാവരും നന്നായി അണിഞ്ഞൊരുങ്ങി നടക്കണം. സ്വന്തം ഭർത്താക്കന്മാരെ പോട്ടെ, മറ്റുള്ളവരുടെ ഭർത്താക്കന്മാര് കാണുമല്ലോ. ഒരാൾക്ക് ദർശനസുഖം കൊടുക്കാന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യ. നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ലല്ലോ. അതിനാണല്ലോ ഞാനുള്ളത്. എല്ലാവർക്കും വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി ഞാൻ പറഞ്ഞു. എവിടെ പെടക്കണ്ട, എല്ലാം ശരിയാക്കി തരാം. എന്നാ എല്ലാരും കൂടെ മീറ്റിംഗ് ആണോ അതോ പരദൂഷണാണോ? അപ്പാവിക്ക് എന്താ ഇവിടെ കാര്യം? അല്ല തങ്കരാജ് സാർ പറഞ്ഞു കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന്. കുഞ്ഞു കുറച്ച് തിരക്കാണ് എന്ന് പറ. അത് വേണ്ട, ചിലപ്പോ വല്ല വിലപ്പെട്ട നിർദ്ദേശം കൊടുക്കാനാണ് എന്നെ വിളിക്കണെങ്കിലോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വൈകിട്ടത്തെ പരിപാടിക്ക് ആർമാതി. ഒന്ന് മൂപ്പിച്ചു വന്നായിരുന്നു, അപ്പോഴേക്കും മൂട് കളഞ്ഞു. ഇന്ന് എന്നായിരുന്നു വിഷയം? കാമശാസ്ത്രോ അതോ ശരീരശാസ്ത്രോ? രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്നായിരുന്നു. അപ്പോഴാണ് അപ്പാവിനെ കിട്ടിയെടുത്തു. ആ ഞാൻ വന്ന് നന്നായി. ഇല്ല തങ്കരാജ് സാർ ഇവിടെ നിന്നെ പൊക്കിയെടുത്തോണ്ട് പോയാനെ. അങ്ങേരിക്കന്നെ അവിടെ കുരുവിട്ടി നിൽക്കണോ? ഈ പറഞ്ഞത് അങ്ങേര് കേക്കണ്ട. വൈകിട്ടത്തെ പരിപാടിയുടെ കാര്യം പറയാൻ ചെല്ലുന്ന ഫ്ലാറ്റിലെ എല്ലാ പെണ്ണുങ്ങളും നിന്റെ അടുത്ത്. പിന്നെ അങ്ങേർക്ക് എങ്ങനെ ദേഷ്യം വരായിരിക്കും? എല്ലാ കാര്യവും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാൽ എന്താ ചെയ്യും. എന്നാ ഞാൻ വന്നോ. അതെ പെട്ടെന്ന് വരണം, അല്ലെ അങ്ങേര് കുരുപൊട്ടി ചാവും. ആയിക്കൊന്നേ. നമ്മുടെ ഈ പിള്ളേരെ കാര്യമുണ്ടല്ലോ, വൈകിട്ട് സെറ്റപ്പ് വരുമ്പോ ഒരു 7:30 മണി അപ്പൊ ഒന്ന് കയറ്റി വിട്ടേക്കണം ഇവന്മാർക്ക്. അപ്പയുടെ കാര്യം ഞാൻ ഏറ്റന്നേ ല്ലേ. ഞങ്ങളുടെ കാര്യം എന്തായി? നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ കാര്യമല്ലേ, അത് കൃത്യസമയത്ത് തിരിക്കും. ഈടെ ക്ഷമ വേണം. നല്ല ക്ഷമ ആട്ടുകാട്ടത്തിന് ഫലം ചെയ്യുന്ന ആട്ട് സൂപ്പല്ലേ കുഞ്ഞാ? കുഞ്ഞിനെ തിരുത്താൻ വരില്ലേ, പറഞ്ഞ കേട്ടാ മതി. ടെൻഷൻ കൊണ്ട് ചോദിക്കാ ചേട്ടാ, എപ്പോ വരും? നിങ്ങൾ ഒന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ കലാപരിപാടികൾ കൃത്യം 7 മണിക്ക് ആരംഭിക്കും. 7:15 സ്റ്റഡി മെറ്റീരിയൽ ചുവപ്പിൽ കുളിച്ചു വന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധ പാട്ടുകാരിലായി. 7:20 അപ്പാർട്ട്മെന്റിലേക്ക് ഒരു അരയന്നം പോലെ മെറ്റീരിയൽ വരും. 7:22 ലിഫ്റ്റിൽ വന്ന് 7:25 റൂമിന്റെ മുന്നിൽ വന്ന് കൊട്ടും. കറണ്ട് ഉണ്ടെങ്കിൽ ബെല്ലടിക്കും. നിങ്ങൾ ചങ്കടിപ്പോറെ ഡോറ് തുറക്കുന്നു.
പിന്നെ നിങ്ങളായി നിന്റെ പണി നേരത്തെ കഴിഞ്ഞാ? നേരത്തെ തീർത്തു ഞാൻ ഒരുങ്ങി കിട്ടി പെട്ടെന്ന് തിരിച്ചു വരേണ്ടതല്ലേ. അതെ, നീ പച്ച സാരിയും ചുമന്ന ബ്ലൗസ് ഇട്ടാ മതി. അത് കിൽക്കട്ട് വരയ്ക്കും. കുറച്ച് മുല്ലപ്പൂ കൂടി വെച്ചോ, നല്ല കേട്ട് ലുക്കായിരിക്കും. ഇവിടത്തെ കൊച്ചമ്മമാരുടെ മുമ്പിൽ വെട്ടിത്തിളങ്ങണം. ഞാൻ വെറുതെ പറഞ്ഞല്ലേട്ടാ. ഹലോ